ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ? നിങ്ങളുടെ സ്വന്തം ജേസൻ ചേട്ടനാണേ. പിന്നെ നമുക്കൊക്കെ ചില സന്ദർഭങ്ങളിൽ അപ്പയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എൻ്റെ അനുജത്തിയോടാണെന്ന് തോന്നാറുണ്ടല്ലേ? അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോടാണ് എന്നെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമെന്ന് തോന്നാറുണ്ട് അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മുടെ സ്കൂളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടാറുണ്ട്. എന്താണ്, എന്നെക്കാട്ടിലും നന്നായി സ്റ്റഡി ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോടാണ് എൻ്റെ അധ്യാപകർക്ക് ഇഷ്ടമെന്ന് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ സങ്കടപ്പെടാറുമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഒറ്റപ്പെടാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളെപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണമെന്നാണ് ഈശോ നമ്മളെക്കുറിച്ച് സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സന്തോഷത്തോടെ ആയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എങ്ങനെയാണ് അത് സാധിക്കുക? നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈശോയെ ഓർക്കണം. മാത്രം മതിയോ? പോരാ. നമ്മൾ കാണുന്ന മനുഷ്യരുടെ മധ്യത്തിൽ നമുക്കൊരു പുഞ്ചിരി നൽകി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈശോയുടെ മക്കളായി മാറും. നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റും. നമ്മൾ ഒരു കൊച്ചു പുഞ്ചിരി ഇന്ന് കാണുന്നവർക്ക് സമ്മാനിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. അങ്ങനെ ഈശോയുടെ മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. ആമേൻ.